നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 78 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 79ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. അക്രൂരൻ മിക്കതും മേൽ വരുവതു വഴിയെന്നുള്ളിലോർത്തോർത്തു വന്നാൻ, വ്യഗ്രം കൈവിട്ടു തൃക്കാൽ പൊടിയിൽ അവശനായി ഹന്ത വീണങ്ങുരുണ്ടാൻ. നിൽക്കുന്നു പൈ കറക്കുന്നതു മഴ കൊടു കണ്ടത്ഭുതന്മാർ ഭവാന്മാർ, അഗ്രേ താനോർത്തതെല്ലാം അവശമനുഭവിച്ചാനഹോ ഭാഗ്യശാലി. കൃഷ്ണഭക്തനായിരുന്ന യാദവരുടെ സേനാനായകനായ അക്രൂരൻ കൃഷ്ണന്റെ ചരണധൂളിയിൽ കിടന്നുരുണ്ടതാണ് ഇവിടെ പരാമർശിക്കുന്നത്. അക്രൂരൻ മിക്കതും മേൽ വരുവതു വഴിയെന്നുള്ളിൽ ഓർത്തോർത്തു വന്നാൻ. അക്രൂരൻ മേൽ വരുവത് മിക്കതും, ഇനി വരാൻ പോകുന്ന കാര്യങ്ങള് വഴിയെന്നുള്ളിൽ ഓരോന്നോരോന്നായിട്ട് മനസ്സിലോർത്ത്, കൃഷ്ണന്റെ ആ ലീലകളൊക്കെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർത്ത് ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കംസഭൃത്യനായ അധമനായ എനിക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കുമോ, തൊടാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ച്, അധമനായ കംസന്റെ ദൂതനായതുകൊണ്ട് എന്നെ ദുഷ്ടനായി അദ്ദേഹം പരിഗണിക്കില്ലായിരിക്കും. കാരണം അദ്ദേഹം എല്ലാം അറിയുന്നവനാണല്ലോ. എൻ്റെ ഭക്തി കണ്ട് അദ്ദേഹം എന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ ചിന്തിച്ച് വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു. കണ്ണന്റെ 9 വയസ്സുവരെയുള്ള ആ ലീലകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ആ വൃന്ദാവന ഗോകുലം, അത് കണ്ട അക്രൂരന്റെ മനസ്സിൽ ഇതാണ് സ്വർഗം എന്ന് തോന്നി. ഇങ്ങനെ പലതും ചിന്തിച്ച് ഭക്തി കൊണ്ട് കണ്ണുനീർ തൂകി ആ രഥം നയിച്ചുകൊണ്ടിരുന്ന ഗാന്ധിനി സൂനു നന്ദഗ്രഹത്തിന് അടുത്തെത്തി എന്ന് അക്രൂരനോട് പറയുകയാണ്. മഹാമുനികൾക്ക് പോലും എത്രയോ വർഷങ്ങൾ തപസ് ചെയ്തിട്ട് കാണാൻ കഴിയാത്ത ആ മത്സ്യവജ്രാങ്കിതമായ രേഖകളോട് കൂടിയിട്ടുള്ള കണ്ണന്റെ ആ കാലടിപ്പാടുകള് മണ്ണില് അവിടെയായിട്ട് പതിഞ്ഞു കിടക്കുന്നത് കണ്ട അക്രൂരൻ ആ രഥത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി. കൃഷ്ണന്റെ ആ കാലടി പതിഞ്ഞ ആ മണ്ണ് 2 കൈകൾ കൊണ്ട് വാരി തന്റെ ശിരസിലണിഞ്ഞു. വാസുദേവാ കൃഷ്ണ, അങ്ങയെ കാണാനുള്ള ഭാഗ്യം ഈ അധമനായ എനിക്കുണ്ടാവുമോ എന്നിങ്ങനെ പലതും ചിന്തിച്ച് കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് വീണ്ടും വീണ്ടും കൃഷ്ണപാദം പതിഞ്ഞ ആ മണ്ണ് തൻ്റെ ശിരസിൽ അണിഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും മെല്ലെ രഥത്തിൽ കയറി രഥം മുൻപോട്ട് നയിച്ചു. ഇങ്ങനെ പോകുന്ന വഴിയിൽ മുഴുവൻ കൃഷ്ണ സങ്കീർത്തനങ്ങൾ പാടിയിട്ട് നാമം ചെല്ലുന്നു. ഗോപ പെൺകുട്ടികള് കണ്ണന്റെ ആ ഭംഗിയുള്ള പ്രതിമ ഉണ്ടാക്കി അതിൽ പൂക്കൾ അർച്ചിച്ച് ആരാധിക്കുന്നു. ചില സ്ത്രീകള്, ഗോപസ്ത്രീകള് നൃത്തം ചെയ്യുന്നു. എല്ലായിടത്തും കൃഷ്ണൻ മാത്രം. ഇങ്ങനെ ഒരു കൃഷ്ണഭക്തി ഉണ്ടോ എന്ന് തോന്നിപ്പോയി അക്രൂരന്. അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ആ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ സംശയമായിട്ട് നിന്നു. ഇതിനിടയിൽ രഥം നന്ദഗൃഹത്തിന്റെ അടുത്തെത്തി. അപ്പോൾ കൃഷ്ണനും ബലരാമനും വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നിർമ്മലഗാത്രന്മാരായിട്ട് തൊഴുത്തില് ഗോപസ്ത്രീകളെ പശുക്കളെ കറക്കുന്നത് നോക്കി രസിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അതാണ് ഇവിടെ 3ാമത്തെ വരിയിൽ പറഞ്ഞത്. നിൽക്കുന്നു പൈ കറക്കുന്നതു മഴ കൊടു കണ്ട അത്ഭുതന്മാർ ഭവാന്മാർ എന്ന്. ഇത് കണ്ട അക്രൂരൻ ദൂരത്തു നിന്ന് തന്നെ രഥത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി കൂപ്പുകൈകളുമായി ആ രംഗം നോക്കി നിൽക്കുകയാണ്. അക്രൂരനെ ദൂരെ നിന്ന് തന്നെ കണ്ടപ്പോൾ കൃഷ്ണനും ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമനും ഓടി അടുത്തു വന്നു. ആ രൂപവും ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഇത് തന്നെയാണ് താൻ സങ്കല്പിച്ച് ആരാധിച്ചിരുന്ന കൃഷ്ണൻ എന്ന് വിചാരിച്ച് ആ ഭക്തനായിട്ടുള്ള അക്രൂരൻ കൃഷ്ണന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അദ്ദേഹത്തെ ഗാഠമായി പുണർന്ന് ബലരാമന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അർഘ്യപൂജയും നൽകി ഉപചരിച്ചു. ഒരു ഭക്തന് ഇതിൽ പരം ഒരു ഭാഗ്യം ലഭിക്കാനുണ്ടോ? കൃഷ്ണന്റെ ആ പാദാങ്കിതമായിട്ടുള്ള വൃന്ദാവന ധൂളിയില് വികാരപരവശനായിട്ട്, അവശനായി എന്ന് പറയുന്നുണ്ട്, വികാരപരവശനായിട്ട് വീണ് കിടന്നുരുണ്ട ആ അക്രൂരന് വരുന്ന വഴിക്ക് മാർഗമധ്യം മോഹിച്ചിരുന്നു. കാണാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ, പുണരാൻ പറ്റുമോ എന്നൊക്കെ. അതൊക്കെ തീർച്ചയായിട്ടും വിചാരിച്ച പോലെ തന്നെ അനുഭവിക്കാൻ പറ്റി. അഹോ ഭാഗ്യശാലി, ഇതിലും വലിയ ഭാഗ്യശാലി വേറെ ഇല്ല.
എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അക്രൂരർക്കൊട്ടുമിക്രൂരതരുചിരതയല്ലെന്നു ഗോപീജനാനാമൊക്കെ കൂടുമ്പോഴുണ്ടായി മുറകളുപനിഷൽ ഗീതമെല്ലാം അതത്രേ. അക്കാളിന്തി ജലത്തിൽ പ്രണയവിവശനായി തന്നെയും ശേഷനെയും ഭക്തൻ അമ്പോടു കാണിച്ചഥ മധുപുരിയിൽ ചെന്നതും കൈ തൊഴുന്നേൻ. കംസന്റെ നിർദ്ദേശമനുസരിച്ച് അക്രൂരൻ ധനുർയാഗത്തിന് കൃഷ്ണനെയും രാമനെയും കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അമ്പാടിയിലുള്ളവരൊക്കെ ഉറക്കെ വിലപിച്ചു. പോകുന്ന വഴിക്ക് കാളിന്തിയിൽ മുങ്ങിയിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ അക്രൂരന് സ്വന്തം വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വൃന്ദാവനത്തിന്റെ ആത്മാവായ കൃഷ്ണനെയും ജ്യേഷ്ഠനായ രാമനെയും മധുരാപുരിക്ക് കൊണ്ടുപോകാനായിട്ട് അക്രൂരൻ എന്ന ഒരു ക്രൂരൻ വന്നിരിക്കുന്നു എന്ന വാർത്ത ആ പാവം ഗോപസ്ത്രീകളുടെ ഇടയിൽ പരന്നു. ഇതറിഞ്ഞ അവര് കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പോവാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വല്ലാതെ നിലവിളിച്ച് മുറവിളി കൂട്ടി. ഇവിടെ മുറ എന്നുള്ളതിന് വേദങ്ങളെ ചൊല്ലുന്ന രീതിക്കും മുറജപം എന്ന് പറയാറുണ്ട്. അതായത് അവരുടെ ആ മുറകൾ, നിലവിളികൾ ഉപനിഷത് ഗീതം പോലെ ആയിരുന്നു അത്രേ. ഗോപികമാരിലെ ശ്രുതി ദേവതമാര് ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഉച്ചാരണങ്ങളൊക്കെ ശ്രുതി വചനങ്ങൾ തന്നെയാണ് എന്നാണ് കണക്കാക്കുന്നത്. ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി കൃഷ്ണന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഇനി വൃന്ദാവനത്തില് ആ വേണുഗാനം ഉതിർക്കാൻ നീ വരുമോ കൃഷ്ണ? കൃഷ്ണ, നീ ഞങ്ങളുടെ സർവസ്വമായിരുന്നു. ഞങ്ങളിൽ നിന്ന് വിട്ട് ഞങ്ങൾക്ക് നിന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഞങ്ങളെ വിട്ടുപിരിയാൻ എങ്ങനെ കഴിയുന്നു കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ആ രാത്രി നിദ്രയില്ലാതെ അവരെ കഴിച്ചുകൂട്ടി. അരുണോദയമായപ്പോൾ ആ രാമകൃഷ്ണന്മാര് ആരോടും ഒരു വാക്കുപോലും പറയാതെ അക്രൂരന്റെ കൂടെ രഥത്തിൽ കയറി ഒപ്പം കാഴ്ച ദ്രവ്യങ്ങളുമായിട്ട് നന്ദഗോപനും മറ്റു ഗോപന്മാരും പിന്നാലെ അവരവരുടെ രഥത്തിൽ കയറി മധുരാപുരിക്ക് പുറപ്പെട്ടു. ഇങ്ങനെ അക്രൂരന്റെ രഥവും പിന്നാലെ നന്ദഗോപന്റെയും ഗോപന്മാരുടെ വണ്ടികളും പുറപ്പെട്ടു. രഥം നീങ്ങി നീങ്ങി കാളിന്തി നദീ തീരത്തെത്തിയപ്പോൾ ബലരാമനും കൃഷ്ണനും ദേഹശുദ്ധി വരുത്തി ജലപാനവും ചെയ്ത് തിരിച്ച് തേരിൽ വന്നിരുന്നു. ആ സമയം അക്രൂരനും ദേഹശുദ്ധി വരുത്താനായിട്ട് കാളിന്തി നദിയിൽ വന്ന് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വെള്ളത്തിൻ്റെ അന്തർഭാഗത്ത് രാമനും കൃഷ്ണനും നിൽക്കുന്നതായി കണ്ടു. ആകെ വിഭ്രമചിത്തനായിട്ട് വെള്ളത്തിൽ നിന്ന് പൊന്തി ആ രഥത്തിലേക്ക് നോക്കിയപ്പോൾ കൃഷ്ണനും രാമനും ആ തേരിൽ ഇരിക്കുന്നത് കണ്ടു. ഓ അത്ഭുതം, എനിക്കിങ്ങനെ തോന്നിയതാവും എന്ന് കരുതി വീണ്ടും ആ കാളിന്തിയിലെ വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ കൃഷ്ണനെ മാത്രം വെള്ളത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് ആ കൃഷ്ണന്റെ രൂപം മറഞ്ഞ് അവിടെ 1000 ഫണങ്ങളുള്ള അനന്തതൽപ്പത്തിൽ ഭഗവാൻ പള്ളി കൊള്ളുന്നതും ബ്രഹ്മാമഹേശ്വരന്മാര് ആ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച് ഒന്നായിത്തീരുന്നതും പിന്നെ 3ആയി പിരിയുന്നതും ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും അനന്തപര്യങ്കത്തില് ഭഗവത് പാദങ്ങളെ തടവിക്കൊണ്ടിരിക്കുന്നതും ശംഖുചക്ര ഗദാപത്മങ്ങളും രത്നകിരീടാദി ദിവ്യാഭരണങ്ങളും അണിഞ്ഞ ആ കമനീയ രൂപത്തെ സനകാദി മുനികളും നാരദാദികളും വന്ന് വണങ്ങുന്നതും എല്ലാം കണ്ട് ഭക്തിവിവശനായിട്ട് അക്രൂരൻ കണ്ണടച്ചു തുറന്നപ്പോൾ ആ സ്ഥാനത്ത് രാമനും കൃഷ്ണനും നിൽക്കുന്നത് കണ്ടു. അതാണ് ഈ ശ്ലോകത്തിലെ 3ാമത്തെ വരി. അക്കാളിന്തി ജലത്തിൽ പ്രണയവിവശനായി തന്നെയും ശേഷനെയും ഭക്തൻ അമ്പോടു കാണിച്ചഥ മധുപുരിയിൽ ചെന്നതും കൈതൊഴുന്നേൻ. ഇങ്ങനെ തൻ്റെ വിശ്വരൂപം കാണിച്ച് ആ തേരിൽ കയറി അവര് മധുരാപുരിയിൽ എത്തിച്ചേർന്നു. ഇങ്ങനെയുള്ള കൃഷ്ണന്റെ ലീലകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങയെ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എൻ്റെ ശബ്ദം അടഞ്ഞതുകൊണ്ട് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ഇന്ന് ഇത് ചൊല്ലി പറയണം എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അടുത്ത ശ്ലോകങ്ങൾ ഇനി അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ